ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സച്ചേട്ടനെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. നോ നെവർ. ഞാൻ പറഞ്ഞതൊക്കെ കള്ളമാണെങ്കിൽ നിങ്ങൾ എന്റെ കുഞ്ഞിന്റെ തലയെ തൊട്ട് സത്യം ചെയ്യാ. അവളെയും കൊണ്ട് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടില്ലാന്ന്. ഈ രാത്രി അങ്ങോട്ട് ചെല്ലാനായിരിക്കും അല്ലേ? അർച്ചന, ഞാൻ പറയുന്നതാണെന്ന് വിശ്വസിക്കണം. വിശ്വാസം അതൊക്കെ എപ്പോഴേ തകർന്നു പോയി. അന്ന് ഹോസ്പിറ്റലിൽ ഞാൻ അഡ്മിറ്റ് ആയി കിടക്കുമ്പോ അവിടെ അവളും ഉണ്ടായിരുന്നു അല്ലേ? ഉണ്ടായിരുന്നു. അന്ന് രാത്രി എന്റെ അരികെ എഴുന്നേറ്റ് പോയത് അവളെ കാണാനല്ലേ? ആ അതെ, പക്ഷേ അത് താൻ വിചാരിക്കുന്ന പോലെയല്ല. എന്റെ വിചാരമൊക്കെ അവിടെ നിക്കട്ടെ. ആശുപത്രിയിൽ നിന്ന് ഞാൻ വീട്ടിൽ പോയതിനു ശേഷം അന്ന് രാത്രി ഞാൻ നിങ്ങളെ വിളിച്ച് ഉറങ്ങിയോന്ന് ചോദിച്ചപ്പോ ഉറങ്ങാൻ പോകുന്നു നിങ്ങൾ എന്നോട് പറഞ്ഞത്. ആ സമയം നിങ്ങൾ അവളോടൊപ്പം ആയിരുന്നു. എന്നോട് നിങ്ങളന്ന് കള്ളം പറഞ്ഞു. പിന്നീട് പറഞ്ഞതെല്ലാം കള്ളം മാത്രമായിരുന്നു. എങ്ങനെ തോന്നി നിങ്ങൾക്ക് എന്നോട് ഈ ചതിയെല്ലാം ചെയ്യാൻ? എന്തൊക്കെയാ പറയുന്നേ? ഞാൻ തന്നെ ചതിച്ചിട്ടില്ല. അതിന്റെ വിശദീകരണം ഒന്നും എനിക്ക് കേൾക്കണ്ട. അന്ന് ഓഫീസിലേക്ക് നിങ്ങൾക്ക് തന്നുവിട്ട ആഹാരം അവക്ക് കൊണ്ടുപോയി നിങ്ങൾ വിളമ്പി കൊടുത്തു. രണ്ടുപേരും കൂടി സന്തോഷത്തോടെ അത് കഴിച്ചു. അത് ആ സാഹചര്യം എന്തായിരുന്നു എന്ന് ഞാൻ തന്നോടിപ്പോ പറയാം. എനിക്കൊന്നും കേൾക്കണ്ട. സാഹചര്യം പോലും. എന്റെ കുഞ്ഞിന് പനി പിടിച്ച് ശ്വാസം മുട്ടി ജീവൻ പോകുന്ന അവസ്ഥയിൽ കിടന്നപ്പോ അവളെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പോലും നിങ്ങൾക്ക് സമയമില്ല. നിങ്ങൾ ആ സമയത്ത് പഴയ കാമുകിയോടൊപ്പം ഹോസ്പിറ്റലിലായിരുന്നു. അർച്ചന, വയ്യാത്ത കുഞ്ഞിന്റെ ജീവനും വാരി പിടിച്ചോണ്ട് ഞാനും സന്ധ്യച്ച് ഹോസ്പിറ്റലിലേക്ക് ഓടിക്കയറി വന്നപ്പോ ഞാൻ കണ്ട കാഴ്ച എന്റെ കൺമുമ്പിൽ ഇപ്പോഴും ഉണ്ട്. അത് അവളായിരുന്നില്ലേ, ആ ലക്ഷ്മി? സ്വന്തം കുഞ്ഞ് ശ്വാസം കിട്ടാതെ പെടയുന്ന നേരത്ത് കാമുകിയെ ചേർത്ത് പിടിച്ചോണ്ട് കാറിക്കറി പോവാൻ ഈ ലോകത്ത് നിങ്ങൾക്ക് മാത്രമേ കഴിയൂ. നിങ്ങളൊരു അച്ഛനാണോ? നല്ലൊരു ഭർത്താവാണോ? ഞാനെല്ലാം തന്നോട് പറയാന്ന് പറഞ്ഞല്ലോ. താനിപ്പോ അതൊന്ന് കേൾക്കാനുള്ള മനസ്സ് കാണിച്ചാ മതി. അർച്ചന, നിങ്ങൾ പറയുന്ന കള്ളങ്ങളെല്ലാം ഇനി ഞാൻ കേൾക്കണോ? അർച്ചന, താനിപ്പോ ചോദിച്ചതും പറഞ്ഞതും എല്ലാം സത്യം. ഞാനും ലക്ഷ്മിയും തമ്മിലുള്ള ബന്ധത്തിൽ തന്നോട് പറയാത്ത ചില കാര്യങ്ങളുണ്ട്. ഇനി ആ ഭാരം ചുമന്നുകൊണ്ട് നടക്കാൻ എനിക്ക് വയ്യ. ഞാനെല്ലാം പറയാം. താൻ കരുതുന്ന പോലല്ല യഥാർത്ഥത്തിൽ സംഭവിച്ചത്. എനിക്കിനി ഒന്നും കേൾക്കണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ഇറങ്ങിപ്പോ. ഈ മുറിയിൽ ഇറങ്ങിപ്പോവാൻ. അർച്ചന,
സച്ചി എടുക്കുന്നില്ല അല്ലേ? ഹീസ് എ നൈസ് മാൻ. തനിക്ക് വേണ്ടി അവൻ ചെയ്ത സഹായങ്ങളൊന്നും എനിക്ക് മറക്കാൻ കഴിയില്ല. എനിവേ, എനിക്കും അവനെ കണ്ടൊരു താങ്ക്സ് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇനിയും വെയിറ്റ് ചെയ്താൽ എയർപോർട്ടിൽ എത്തുമ്പോഴേക്കും ലേറ്റ് ആവും. സാധാരണ സച്ചേട്ടൻ ഒരു ബെല്ലിന് ഫോൺ എടുക്കുന്നതാ. സമയം ഒരുപാടായില്ലേ, ഉറങ്ങിക്കാണും. എന്നാലും പോകുമ്പോ ഒരു വാക്ക് പറയാതെ എങ്ങനെയാ? സാരമില്ല, അസുഖം മാറി തിരിച്ചു വന്നിട്ട് നമുക്ക് സച്ചയെ വീണ്ടും കാണാം. നിന്നോട് അവൻ എത്രമാത്രം ഇഷ്ടമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. എന്തൊരു കെയറിംഗ് ആണ് അവൻ നിനക്ക് തന്നത്. ഒരു പക്ഷേ ഞാൻ നിനക്ക് തരുന്ന കെയറിങ്ങിനേക്കാൾ എത്രയോ ബ്യൂട്ടിഫുൾ. ഗോവിന്ദ്, ആത്മാർത്ഥ സുഹൃത്തിനെ പോലെയാ ആ മനുഷ്യൻ എന്നെ സഹായിച്ചിട്ടുള്ളൂ. സച്ചേട്ടന്റെ മനസ്സിൽ അർച്ചന മാത്രമേ ഉള്ളൂ. ആ സ്നേഹവും ആത്മാർത്ഥതയും സത്യസന്ധതയും ഞാൻ കണ്ടറിഞ്ഞതാ. സച്ചേട്ടനെ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. നോ നോ, നെവർ. ഐ ആം ഓൾവേസ് താങ്ക്ഫുൾ ടു ഹിം. ഇങ്ങനെ നിന്നെ എനിക്ക് തിരിച്ചു കിട്ടിയത് അവൻ കാരണമാണ്. ദേ, ഇനി നിന്ന നമ്മുടെ ഫ്ലൈറ്റ് മിസ്സാവും. നമുക്ക് പോവാം. താൻ വിഷമിക്കണ്ട, നമ്മൾ ഒരിക്കൽ കൂടി വരും. സച്ചയെ കാണാനായി മാത്രം. വാ. സാരമില്ല, വാ. ഞാൻ പറഞ്ഞതൊക്കെ കള്ളമാണെങ്കിൽ നിങ്ങൾ എന്റെ കുഞ്ഞിന്റെ തലയെ തൊട്ട് സത്യം ചെയ്യാ. അവളെയും കൊണ്ട് നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടില്ലാന്ന്. അവളുടെ ഒപ്പം രാത്രി അവളുടെ വീട്ടിൽ ചെലവഴിച്ചിട്ടില്ലേ?